ഹലോ, ഫിക്ഷൻ്റെ സെക്ഷനിൽ നാലാമത്തെ ഷോ സ്റ്റോറിയാണ് സ്പെക്ട്രൽ സ്പീച്ച്, റിട്ടൺ ബൈ സി അയ്യപ്പൻ. Let's read an introduction about the author. C. Ayyappan was a Dalit short story writer who did not get the recognition he deserved during his lifetime. Although he has only 2 anthologies to his credit, ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ ആൻഡ് ഞണ്ടുകൾ, the distinctly different narrative style each story is cast in, and the unique perspective each exhibits speak volumes for Ayyappan's views about life and serious commitment to literature. Realism was not a style he favored because it was not equipped to convey the distinctive vision he wanted to project. Go Speak, Madman's Ramblings and Mutterings, Bizarre Dreams and Dalit Lingo enter his stories because only these media, in Ayyappan's reckoning, had the power to convey the subaltern's point of view that is diametrically opposed to the worldview of mainstream society. So, C. Ayyappan was born in 1949 and he died in 2011. He was a Dalit short story writer. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയത് രീതിയിലൊരു റെക്കഗ്നിഷൻ കിട്ടിയിരുന്നില്ല. അദ്ദേഹം ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 ആന്തോളജീസാണ് മെയിനായിട്ട് പറയുന്നത്: ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ, പിന്നെ ഞണ്ടുകൾ. അദ്ദേഹത്തിൻ്റെ ഓരോ കഥയും വളരെ ഡിസ്റ്റിങ്റ്റീവായ, വളരെ പ്രത്യേകതയുള്ള ഒരു നറേറ്റീവ് സ്റ്റൈലാണ് ഫോളോ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ യുണീക്കായിട്ടുള്ള പേഴ്സ്പെക്റ്റീവും അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിനോടുള്ള വളരെ സീരിയസ് ആയ കമ്മിറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റോറിയും വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിലൊന്നും തന്നെ അദ്ദേഹം റിയലിസം ഫോളോ ചെയ്യുന്നില്ല. കാര്യങ്ങളെ നേരായ രീതിയിൽ പറയുന്ന ഒരു ടെക്നിക്ക് അത് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് എന്ത് കാര്യങ്ങളാണോ സൊസൈറ്റിയോട് പറയാനുള്ളത് അത് റിയലിസത്തിലൂടെ പറയാനായിട്ട് സാധിക്കില്ലെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെന്ന് പറയുന്നത് ഗോസ്റ്റ് സ്പീച്ച്, പ്രേതങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ മാഡ്മാൻസ് റാംബ്ലിങ്സ്, തലയ്ക്ക് സുഖമില്ലാത്ത അല്ലെങ്കിൽ ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ റാംബ്ലിങ്സ്, അവരുടെ മട്ടറിങ്സ്, അല്ലെങ്കിൽ വളരെ ബിസി ആയിട്ടുള്ള ഡ്രീംസ്, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ കഥകളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു രീതിയിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സൊസൈറ്റിയോട് പറയുന്ന സമയത്ത് കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ, കുറച്ചുകൂടെ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു എഫക്റ്റോട് കൂടെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്ന ഈ സ്റ്റോറീസിലെല്ലാം തന്നെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും സബോർട്ടൺ ആയിരിക്കും, അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെക്കുറിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു റിയലിസ്റ്റിക് വേയിൽ പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ ഈ ഒരു ടെക്നിക്ക് ഗോസ്റ്റ് സ്പീച്ചോ അല്ലെങ്കിൽ മാഡ്മാൻസ് റാംബ്ലിങ്സോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡ്രീംസിലൂടെ പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് സി അയ്യപ്പൻ വിശ്വസിക്കുന്നു. നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള സ്പെക്ട്രൽ സ്പീച്ച് എന്ന ഈ ഒരു ഷോ സ്റ്റോറി, അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: പ്രേതഭാഷണം. ഗോസ്റ്റ് സ്പീച്ച് എന്ന് പറയും, പ്രേതഭാഷണം. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് VC ഹാരിസ് ആണ്. ഈ കഥയുടെ അകത്ത് 2 തീമാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ തീം ഡെത്താണ്, രണ്ടാമത്തേത് ലവ്. ഓക്കെ, ഈ 2 തീംസാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് കഥ വായിക്കാം. ശരിക്കും അതിൻ്റെ ഒറിജിനൽ മലയാളത്തിലെ സ്റ്റോറി വായിക്കാം. സ്റ്റോറി വായിച്ചതിന് ശേഷം സമ്മറിയിലേക്ക് പോകാം. പ്രേതഭാഷണം ബൈ സി അയ്യപ്പൻ. എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. നിന്നോട് സംസാരിച്ച് ഞാൻ നിൻ്റെ മനസ്സിലെ കല്ലും നെല്ലും തിരിക്കാൻ പോവുകയാണ്. ചങ്ങലയിൽ കിടക്കുന്ന നിന്നോട് സംസാരിക്കാൻ ഇപ്പോൾ ഞാനൊരാളെ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. സത്യമേ ഞാൻ പറയൂ, നുണ കൊണ്ട് നേടാവുന്ന അല്പരസങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അറിയാമല്ലോ, ഞാനെന്നൊരു പ്രേതം അല്ലെങ്കിൽ ദുരാത്മാവ് മാത്രമാണ്. സ്വൈരക്കേടും അല്പതയുമാണ് എന്നെക്കൊണ്ട് വർത്തമാനം പറയിപ്പിക്കുന്നത്. നിനക്കിപ്പോൾ ബോധത്തിൻ്റെ വിളക്കുണ്ട്. സൂര്യൻ്റെ ബാല്യം, നിൻ്റെ സുബോധത്തിൻ്റെ യൗവനം. സൂര്യൻ ഇരുട്ടിൽ പൊട്ടി തകർന്നില്ലാതാകുമ്പോഴാണല്ലോ നിലാവ് പോലെ ഭ്രാന്ത് നിന്നിലേക്ക് അരിച്ചരിച്ചു കയറുന്നത്. ഒരു ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും പൊരുളിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് നിൻ്റെ ഉണർച്ചകളെ നായാടി തളർത്തുന്നതെന്ന് ഇന്നെനിക്കറിയാം. ഇനി സ്വസ്ഥയായിരിക്കൂ. സത്യത്തിൻ്റെ നഗ്നത കൊണ്ട് ഞാൻ നിൻ്റെ കണ്ണെഴുതാൻ പോവുകയാണ്. കണ്ണ് ചുമ്മുകയോ തല അനക്കുകയരുത്.
എൻ്റെ വിരലിലെ നഖമെങ്ങാനും നിൻ്റെ കണ്ണിൽ കൊണ്ടെങ്കിലോ? എൻ്റെ ആത്മഹത്യയെപ്പറ്റി ആകട്ടെ ആദ്യം. അതിൻ്റെ കാരണം നിങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നായിരുന്നു എൻ്റെ വിശ്വാസം. കഷ്ടം, എൻ്റെ മനസ്സിൻ്റെ വ്യാകരണം ഞാൻ തന്നെ പഠിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അസുഖകരമാണ് ആ പ്രവൃത്തി. വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. ഞാൻ നിൻ്റെ പുന്നാര ആങ്ങളയുടെ രഹസ്യക്കാരിയായിരുന്നെന്ന് പറയേണ്ടതില്ലല്ലോ. ഞാനും നിൻ്റെ ചേട്ടനും തമ്മിൽ പ്രായപൂർത്തിയായ ആണും പെണ്ണും തമ്മിലുണ്ടാകാവുന്ന സകലതും ഉണ്ടായിരുന്നു. എൻ്റെ 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ആ ശീലം, അല്ലെങ്കിൽ ശീലായ്മ. ഒരിടവപ്പാതി കാലത്ത് മച്ചിൻ്റെ പുറത്ത് ഉണക്കാനിട്ടിരുന്ന നെല്ല് ചിക്കാൻ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു. നെല്ല് ചിക്കി പിറകോട്ട് മാറിയപ്പോൾ നിൻ്റെ ചേട്ടൻ്റെ കൈകൾക്കുള്ളിലായിപ്പോയി ഞാൻ. അമ്പരന്നു. കുഞ്ഞാക്കോവിൻ്റെ കൈയിൻ്റെ ലക്ഷ്യങ്ങൾ അറിഞ്ഞു പുളഞ്ഞു. പിന്നെ അവൻ്റെ ചുണ്ടുകൾക്കുള്ളിൽ ഞാൻ ചുവന്നു തൊടുത്തു. മച്ചിൻ്റെ കോണി ഇറങ്ങുമ്പോൾ കുഞ്ഞു പറഞ്ഞു, പിന്നെ നീ ഇതാരോടും പറഞ്ഞേക്കല്ലേ. ഞാൻ അപ്പോഴാണ് പതുക്കെ ഒന്ന് പേടിച്ചത്. അന്നും ഞാനൊരു പൊട്ടിയായിരുന്നു. പൊട്ടത്തരം തന്നെയാണ് 6-7 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് കുഞ്ഞാക്കോവനോട് ഇങ്ങനെ ചോദിപ്പിച്ചത്. കുഞ്ഞെന്നെ കെട്ടോ? അതിനുത്തരം വളരെ ആത്മാർത്ഥതയുള്ള ഒരു മറു ചോദ്യമായിരുന്നു. ഞാൻ എങ്ങനെയാ നിന്നെ കല്യാണം കഴിക്കണത്? അവൻ്റെ ആ ചോദ്യത്തിലെ നിസ്സഹായത എന്നെ നോവിപ്പിച്ചു. പ്രൈമറി സ്കൂൾ ടീച്ചറാണെങ്കിലും വീട്ടിൽ പണിക്ക് വന്നിരുന്ന പുലക്കള്ളിയുടെ മകളെ കല്യാണം കഴിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് പറ്റില്ല, തീർച്ച. പക്ഷേ കുഞ്ഞിനെ കണ്ടിട്ട് വീട്ടിലെത്തിയ ഒരു സന്ധ്യയ്ക്ക് ഞാൻ അല്പം ഭയന്നു. അമ്മ അച്ഛനോട് അമ്മാവൻ്റെ മകൾ പിഴച്ചു പോയെന്ന് മന്ത്രിച്ചു പറയുകയായിരുന്നു. ഞാനും പിഴച്ചു പോകുമോ? എനിക്ക് ശ്വാസം മുട്ടി. എൻ്റെ ആ ശ്വാസം മുട്ടൽ അനാവശ്യമായിരുന്നു. കുഞ്ഞാക്കോവ് ആ ചെറുപ്രായത്തിലും സമർത്ഥനായിരുന്നു. വെറ്റിലയും കൊണ്ട് തൃശ്ശൂർ ചന്തയ്ക്ക് പോയിക്കൊണ്ടിരുന്ന പത്രോസിനെ കൂട്ടുപിടിച്ച് അവൻ ചില സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു. എന്നാൽ ആ മുൻകരുതലുകൾ അനാവശ്യമായിരുന്നു. ഒരു പെണ്ണിനും ദഹിക്കാത്ത സമ്മാനം കൊടുക്കാൻ അവന് കഴിവുണ്ടായിരുന്നില്ല. അവൻ്റെ ഒരു കുട്ടിയെ പ്രസവിച്ച് അതിനെ വളർത്തി ജീവിച്ചു മരിക്കാൻ കൊതിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാനത് പതുക്കെ പതുക്കെ മനസ്സിലാക്കിയത്. എൻ്റെ മോഹം അറിഞ്ഞപ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നുവെന്ന് പറഞ്ഞ് അവൻ കാർക്കിച്ച് നീട്ടിത്തുപ്പി. പിന്നെ അവനെന്നെ കൈമടക്കി ചേടത്തടിച്ചു. എന്നിട്ട് ഞാനവനെ സ്നേഹിക്കുന്നില്ല എന്ന് പറയിക്കാനുള്ള പങ്കപ്പാടായി. അതിൽ അവൻ തോറ്റുപോയി. അവസാനം അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയും പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. ഒന്നുകൊണ്ടും എനിക്കൊരു സ്വൈരമില്ലായിരുന്നു. ഞാനും കുഞ്ഞോക്കവും തമ്മിലുണ്ടായിരുന്ന ഇടപാടുകൾ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. വീട്ടിൽ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ അച്ഛൻ എന്നെ ചതച്ചു. ചില രാത്രികളിൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആവശ്യം കഴിയുമ്പോൾ നിൻ്റെ ചേട്ടനും എൻ്റെ ചങ്കിടിച്ച് കലക്കിയിരുന്നു. ഇതിനേക്കാളൊക്കെ അസഹ്യം അയലത്തെ ഗോപി സാറിൻ്റെ കോപ്രായങ്ങളായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷിന് തോറ്റ എനിക്ക് അയാൾ കുറച്ചുകാലം ട്യൂഷൻ എടുത്തിരുന്നു. അക്കാലം മുതൽ ആ മനുഷ്യന് എന്നോട് സ്നേഹം തുടങ്ങിയത്രേ. സ്വജാതിയാണ്, കണ്ടാൽ മോശമില്ല, നല്ലവനുമാണ്. പക്ഷേ അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പണ്ടൊരിക്കൽ പാടത്ത് അമ്മയോടൊപ്പം ഞാറ് നട്ട് കളിക്കുന്നതിനിടയിൽ ചോര കുടിച്ചു വീർത്ത ഒരു പോത്തട്ട തുടയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് കണ്ട നിമിഷം ഓർത്തുപോയി. അട്ടയെപ്പറ്റി അതിനെ പറിച്ചറിയാൻ ധൈര്യമില്ലാതെ അറപ്പുകൊണ്ട് കൈയും കാലും കുടഞ്ഞ് നിലവിളിച്ചു പോയി. ഒരിക്കൽ ജാള്യത മറയ്ക്കാനുള്ള കൃത്രിമമായ ഫലിത സ്വരത്തിൽ ഗോപി സാർ പറഞ്ഞു, നിന്നെ അങ്ങ് സ്നേഹിച്ചാലോ എന്നെനിക്കൊരാലോചന. ഞാൻ പരുഷമായി പറഞ്ഞു, അത് വേണ്ട. അപ്പോൾ അയാൾ പകയോടെ പറഞ്ഞു, നിനക്കതുകൊണ്ട് ഗർഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരടിയേറ്റ പോലെ ഞാൻ തരിച്ചു നിന്നു. ഇയാളോട് സത്യം പറയാതെ രക്ഷയില്ല, പറഞ്ഞു. ഞാൻ മറ്റൊരാളെ. അയാൾ ഇടയ്ക്ക് കയറി, അറിയാം, പക്ഷേ അവന് നിന്നോടൊരു ചുക്കുമില്ലല്ലോ. ഞാൻ ധൃതിയോടെ ഉൾവിറയലോടെ നടന്നെത്തിയത് കുഞ്ഞാക്കോവിൻ്റെ മുമ്പിലാണ്. ഞാൻ അവനോട് ചോദിച്ചു, കുഞ്ഞെന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു പരംതീർന്ന തെറി പറഞ്ഞിട്ട് അവൻ പല്ലിളിച്ചു. ഞാൻ കരഞ്ഞുപോയി. അവൻ എന്നോട് പറഞ്ഞ ആദ്യത്തെ തെറിയായതുകൊണ്ടല്ല ഞാൻ കരഞ്ഞത്. എന്നെ കുഞ്ഞാക്കോവ് സ്നേഹിക്കുന്നില്ലല്ലോ. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കഴുത്ത് കയറിൻ കുരുക്കിലകപ്പെട്ടു. ഇനി നിൻ്റെ ചേട്ടനെ അപ്പച്ചൻ കൊന്നതിനെ പറ്റി. അങ്ങനെ ചെയ്തത് നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിലും അവനെ ആരെങ്കിലും കൊല്ലുമെന്ന് ജീവിച്ചിരിക്കുമ്പോഴൊരിക്കലും എനിക്ക് ചിന്തിക്കാൻ ഒത്തിരുന്നില്ല. അതിരിക്കട്ടെ, നിൻ്റെ അപ്പച്ചൻ എന്തിനത് ചെയ്തു എന്നാണല്ലോ നിൻ്റെ ദുഃഖം. ആ ദുഃഖത്തിൻ്റെ നീര് ഞാനിപ്പോൾ പൊട്ടിക്കാം. എൻ്റെ ശവം അടയ്ക്കിയതിൻ്റെ 16-ാം ദിവസം ഞാൻ കുഴിയിൽ നിന്ന് പുറത്തു കടന്നു. ഞാൻ നേരെ വന്നത് നിൻ്റെ വീട്ടിലേക്കാണ്. കുഞ്ഞാക്കോവ് അപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. സെക്കൻഡ് ഷോയ്ക്ക് പോയിരിക്കണം. ഞാൻ ഊഹിച്ചു, വരട്ടെ. ഞാൻ നിന്നെ കാണാൻ നീ കിടക്കുന്ന മുറിയിലേക്ക് വന്നു.
ലൈറ്റു കെടുത്താൻ ഓർക്കാതെ നീ ഉറങ്ങിപ്പോയിരുന്നു. നിന്റെ കിടപ്പ് കണ്ട് എനിക്ക് വല്ലാത്ത കൗതുകം തോന്നി. തലയണയെ കെട്ടിപ്പിടിച്ച് പകുതി ചരിഞ്ഞു കിടന്ന് നിന്റെ വെള്ളപ്പാവാട മുട്ടോളം ചുരുണ്ട് കയറിയിരുന്നു. അപ്പോൾ കുഞ്ഞാക്കോ വരുന്നു. വെളിച്ചമുണ്ടായതുകൊണ്ടാകണം അവൻ നിന്റെ മുറിയിലേക്കൊന്ന് എത്തി നോക്കിയത്. അവൻ നോക്കുമ്പോൾ നീ ഊറി ഊറി ചിരിക്കുകയാണ്. ഒരു നിമിഷം തരിച്ചിട്ടെന്ന പോലെ അവൻ തറഞ്ഞു നിന്നു, നാല് പുറവും പിന്നെ നിന്റെ മുഖവും വേവലാതിയോടെ നോക്കിക്കൊണ്ട്. അവൻ നീ കിടക്കുന്ന കട്ടിലിനോടടുത്തു. അപ്പോഴാണ് നീ എന്തുകൊണ്ടോ ഒന്ന് കുലുങ്ങി ചിരിച്ചത്. അവൻ ഞെട്ടിമാറി നിന്റെ ഭാവം ശ്രദ്ധിച്ചു. പിന്നെ ആശ്വാസനിശ്വാസത്തോടെ കത്തുന്ന മുഖത്തോടെ ലൈറ്റ് ഓഫാക്കി. അന്നേരമാണ് എന്നിലേക്കൊരു തരം വെളിച്ചം തുളച്ചു കയറിയത്. ഭയം കൊണ്ടോ നിസ്സഹായത കൊണ്ടോ ഞാനൊന്നലറിപ്പോയി. നിന്റെ ഉറക്കം തകർന്നു. നീ കുഞ്ഞാക്കോവിനെ കെട്ടിപ്പിടിച്ചു. നീ ഭയന്നപ്പോൾ ആ വിള്ളലിലൂടെ ഞാൻ നിന്റെ ദേഹത്ത് കയറി. പിന്നീട് ഞാൻ ചിരിക്കാൻ തുടങ്ങി. നിന്റെ അപ്പച്ചനും ഉണർച്ചകളിൽ നീയും കരഞ്ഞു തുടങ്ങി. നാട്ടുകാരുടെ വിരലുകൾ മൂക്കത്ത് വയ്ക്കാൻ മാത്രമായി. നിന്റെ മട്ടും മാതിരിയും അത്ര സാധാരണമായിരുന്നില്ലല്ലോ. രാത്രിയും പകലും നീ കുഞ്ഞാക്കോവിനെ വിടാതെ കൂടി. അവനെ തൊട്ടിരിക്കാതെ നിനക്ക് ശാന്തിയില്ലാതായി. അവൻ മർദ്ദിച്ചപ്പോഴുള്ള നിന്റെ കരച്ചിലിൽ ചിരിയുടെ സംഗീതം ചിറകടിക്കുകയായി. എന്നും പ്രേതം കൂടിയതാണെന്ന് നിന്റെ ചേട്ടനൊഴിച്ച് എല്ലാവർക്കും വ്യക്തമായിരുന്നു. നിനക്ക് ഭ്രാന്താണെന്നായിരുന്നു നിന്റെ ചേട്ടൻ്റെ ധാരണ. ഭ്രാന്തിലും യുക്തിവാദത്തിലും മറ്റുമല്ലാതെ ഭൂതപ്രേത പിശാചുക്കളിലൊന്നും അവൻ വിശ്വസിച്ചിരുന്നില്ല. പലരും പറഞ്ഞു രഹസ്യമായി എന്നെ കാഞ്ഞിരക്കുറ്റിൽ തറച്ച് ചോറ്റാനിക്കര കൊണ്ടുപോകാൻ. പക്ഷെ നിന്റെ അപ്പച്ചൻ അത് സമ്മതമായിരുന്നില്ല. നിന്റെ ബന്ധുക്കളെ എല്ലാവരും ചേർന്ന് വിളിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ഗതികേടിൻ്റെ അരിശത്തോടെ അങ്ങേര് പറഞ്ഞു, അങ്ങനെ ചെയ്ത റോസാക്കുട്ടിയുടെ സൂക്കേട് മാറിയിരിക്കും. സൂക്കേട് മാറിയ മുമ്പ് ചെയ്തതൊക്കെ ഓർത്ത് അവൾ വല്ല അതിക്രമം കാണിച്ചാലോ? എൻ്റെ പേടി മറ്റൊന്നായിരുന്നു. കുഞ്ഞാക്കോവ് വല്ല അവിവേകം കാണിക്കുമോ? അവൻ ചത്താൽ എനിക്കെങ്ങനെ അവൻ്റെ വിയർപ്പ് ഗന്ധം ഇതുപോലെ ആസ്വദിക്കാനാകും? പിന്നെ ഒരു കാര്യം ഓർത്ത് ഞാൻ ആശ്വസിച്ചു. അവൻ ചത്താൽ എന്നെപ്പോലൊരു ദുരാത്മാവാകും. പള്ളി ശവക്കോട്ടയിലൊന്നും അവൻ കിടക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് സ്വൈര്യമായി വിലസാം. പക്ഷേ അവൻ ദുർമരണത്തിന് ഇരയാകുമെന്ന് ആ സമയത്തും ഞാൻ കരുതിയില്ല. ചങ്ങലക്കിട്ടിരുന്ന നിന്നെ പുണർന്നു കിടന്നപ്പോഴാ അവനെ ഒറ്റ വെട്ടിന് കൊന്ന നിൻ്റെ അപ്പനൊരു പുണ്യാളനാണ്. എന്നാൽ എല്ലാ പുണ്യാള പ്രവൃത്തികളെയും പോലെ അപ്പൻ്റേത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. എന്തിനാണ് അങ്ങേരത് ചെയ്തത്? നിന്റെ രോഗം ഒരു സൗകര്യമായി കുഞ്ഞാക്കോ എടുത്തിട്ടാണോ? എനിക്ക് ഇക്കാര്യത്തിൽ നല്ല നിശ്ചയമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറയാം. നിന്നെയല്ല, എന്നെ പ്രേമിച്ചത് കൊണ്ടാണ് അങ്ങേരത് ചെയ്തത്. നിന്റെ അപ്പച്ചനാണ് എൻ്റെ അപ്പൻ, എൻ്റെ അച്ഛൻ. ചത്തതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത്. എൻ്റെ അമ്മയ്ക്കും അത് നിശ്ചയമില്ലായിരുന്നു. നിന്റെ വീട്ടിൽ പണിക്ക് നിന്നിരുന്ന അമ്മയുടെ അടുത്ത് നിന്റെ കൊച്ചപ്പനും കളി തമാശയ്ക്ക് വരാറുണ്ടായിരുന്നുകൊണ്ടാകാം അവർക്കൊന്നും ഉറപ്പിക്കാൻ പറ്റാതെ പോയത്. എൻ്റെ പിതൃത്വം ദൈവമാണ് വ്യക്തമാക്കിയത്. സ്വന്തം സഹോദരനാൽ നഗ്നത അനാവൃതമാക്കപ്പെട്ട പാപിയെന്ന് ദൈവം എന്നെ വിളിച്ചു. ഞാൻ കൂസാനൊന്നും പോയില്ല. തൻ്റെ ഇടത്തോടെ ആ മുഖത്തേക്കൊരാട്ട് വെച്ച് കൊടുത്തിട്ട് ചോദിച്ചു, ക്രിസ്ത്യാനിക്ക് എങ്ങനെ മൂപ്പിന്നേ പൊലക്കള്ളി പെങ്ങളാകണത്? ദൈവത്തിൻ്റെ വായിലപ്പോൾ പഴമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളി. പിന്നെ തല കുനിച്ചു. അത് പോകട്ടെ റോസിക്കുട്ടി, ഞാൻ നിൻ്റെ സഹോദരിയാണെന്ന് നിൻ്റെ അപ്പച്ചൻ വിശ്വസിച്ചിരുന്നു. ദൈവത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ നഗ്നത അവരുടെ കല്യാണത്തിന് മുൻപ് നിൻ്റെ കൊച്ചപ്പനും അനാവൃതമാക്കിയെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു. എങ്കിൽ ഞാനും കുഞ്ഞാക്കോവും തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ട് അങ്ങേര് തടഞ്ഞില്ല എന്ന് ചോദിക്കാം. അങ്ങേര് തടഞ്ഞിരുന്നു. കുഞ്ഞു തന്നെ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചനൊരിക്കൽ അവനെ വിളിച്ച് പിശാചിൻ്റെ മുഖത്തോട് ശാസിച്ചു, നീ ആ പെലക്കള്ളിയുമായി ആയിട്ടുള്ള ഇടപാടങ്ങ് നിർത്തണം. അപ്പൻ്റെ ഭാവം കണ്ട് ഞെട്ടിയ മകൻ സത്യം പറഞ്ഞു. അതിന് ഞാനവളെ കല്യാണം കഴിക്കാനൊന്നും പോണില്ല. ഒരു പഴം അന്നേരം അങ്ങേരുടെ വായിലും വന്നു കയറി. ഇപ്പോൾ നിനക്ക് സംഗതികളൊക്കെ മനസ്സിലായല്ലോ. കുഞ്ഞാക്കോവ് എൻ്റെ നഗ്നതയാണ് അനാവൃതമാക്കിയത്. അവൻ നിന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ നീ ഞാനായിരുന്നല്ലോ. അവൻ എന്നോട് മാത്രമാണ് തെറ്റ് ചെയ്തത്. ആ തെറ്റാണ് അപ്പച്ചൻ തിരുത്തിയത്. അതുകൊണ്ടാണ് അങ്ങേരിപ്പോൾ ജീവപര്യന്തം തടവിൽ കിടക്കുന്നത്. ഇനി ഈ സംഭവത്തിലെ എൻ്റെ സ്വാർത്ഥതയെപ്പറ്റി ഞാൻ നിന്നിൽ നിന്ന് മാറുകയാണ്. കാര്യങ്ങളായി പറയാതെ ഞാൻ പോയാൽ നിനക്കൊരു പക്ഷേ വല്ല അപകടവും സംഭവിക്കുമെന്ന് ഞാൻ പേടിച്ചു. നീ ഇനിയും ജീവിക്കണം. അതിനു മുൻപ് ഒരു ഉപകാരം നീ ചെയ്യണം. നമ്മുടെ കണ്ണൻ പറയനെ വിളിച്ച് എൻ്റെ ശവക്കുഴി തുറന്ന് ഒരു 3 ഇടങ്ങഴി കടുകിടിയിക്കണം. അങ്ങനെ ചെയ്താൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പ്രേതത്തിൻ്റെ കുഴിയിലിടുന്ന കടുകുമണികൾ എണ്ണി തിട്ടപ്പെടുത്താതെ അതിന് പുറത്തു കിടക്കാനാവില്ല. 3 ഇടങ്ങഴി കടുകെണ്ണി തീരാനുള്ള നീളം ഒരു രാത്രിക്കും ഉണ്ടാകില്ലല്ലോ. ഒരു ദുരാത്മാവ് മാറിയ
ചേട്ടനോടൊത്ത് വിഹരിക്കാൻ ഞാൻ എന്തുകൊണ്ട് കൊതിക്കുന്നില്ല എന്ന് നീ ഇപ്പോൾ സംശയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ, നിന്റെ സംശയം തീർന്നെന്ന് തോന്നുന്നല്ലോ. നിന്റെ മുഖത്താകെ തെളിച്ചം. നിന്റെ ചേട്ടൻ എൻ്റെയും ചേട്ടനാണ് എന്നല്ലേ നീ ഇപ്പോൾ വിചാരിക്കുന്നത്? നിനക്ക് തെറ്റിപ്പോയി അനിയത്തി. സംഗതി അതൊന്നുമല്ല. വലിയ പ്രതീക്ഷയോടെയാണ് കുഞ്ഞാക്കോ മരിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ട് നിന്നത്. ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അവൻ്റെ ആത്മാവിനെ പിറകിൽ നിന്ന് പെട്ടെന്ന് ചെന്ന് കണ്ണുപൊത്താൻ ഞാൻ ശ്വാസം പിടിച്ചു നിന്നു. അവൻ ചത്തതും ഞാനൊരു സത്യം അറിഞ്ഞതും ഒരുമിച്ചായിരുന്നു. കുഞ്ഞാക്കോവിന് ആത്മാവില്ല. അവനുണ്ടായിരുന്നത് വെറും പ്രാണൻ, അല്ലെങ്കിൽ ജീവൻ മാത്രമായിരുന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണം? അവൻ മനുഷ്യൻ്റെ ആത്മാവിൽ വിശ്വസിക്കാത്ത ഒരു യുക്തിവാദിയായിരുന്നതുകൊണ്ടാകാം. അല്ലെങ്കിൽ ബൈബിൾ ഭാഷ സംസാരിക്കുന്ന ആ ദൈവത്തിൻ്റെ കരച്ചിലും പല്ലുകടിയും മൂലമാകാം. അപ്പോൾ എനിക്ക് എൻ്റെ ശവക്കുഴിയിലേക്ക് മടങ്ങാതെ നിവൃത്തിയില്ലല്ലോ. കടുകിൻ്റെ കാര്യം മറക്കരുത്. നിനക്ക് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം തരുന്നു. ഞാൻ വിട്ടുമാറി എന്നതിൻ്റെ തെളിവിന് നീ നിൻ്റെ കാലുകളിലേക്ക് നോക്കൂ. എവിടെയാ ചങ്ങല? ഇനി നമുക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്ന സമ്മറി വായിച്ചു നോക്കാം. സ്പെക്ട്രൽ സ്പീച്ച് പ്രേതഭാഷണം ട്രാൻസ്ലേറ്റഡ് ബൈ വി.സി. ഹാരിസ് ഹാൻഡിൽസ് 2 themes that Ayyappan is deeply interested in: death and love. ഈ ഒരു സ്റ്റോറി ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത് 2 തീമാണ്. അയ്യപ്പന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 തീമുകളാണ് ഡെത്ത് ആൻഡ് ലവ്. ടു ദ സബാൾട്ടേൺ, ദ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ദ ടോർച്ചേർഡ്, death is not a final end of life. Rather, it is a relief from oppression, a source of power, and more importantly, a gateway to a new, more meaningful life in another dimension. Death gives them the rare opportunity to take revenge on their oppressors, regain self-respect, and realize certain goals they could never achieve in real life. The ghost or spectre in the story is shown to inflict such damage on Kunjako's family as she never could while alive, even when she was exploited in an inhumane manner. സി അയ്യപ്പൻ പറയുന്നത് ഒരു സബാൾട്ടേണിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന, ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഡെത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അവൻ്റെ ലൈഫിൻ്റെ എൻഡല്ല. പകരം അവൻ അതുവരെ അനുഭവിച്ചിരുന്ന ഒപ്രഷൻ, അതിൽ നിന്നുള്ളൊരു റിലീസാണ്. അതൊരു സോഴ്സ് ഓഫ് പവറാണ്. ഡെത്ത് എന്ന് പറയുന്നത് അവനൊരു ഗേറ്റ് വേ ആണ്. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഡെത്ത് അവന് കൊടുക്കുന്നത്. എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? അവനെ ഒപ്രസ് ചെയ്ത് വെച്ചിരുന്ന ആ ഒപ്രസേഴ്സിനെതിരെയുള്ള റിവെഞ്ച് എടുക്കാനായിട്ട്, അവന് സ്വയം സെൽഫ് റെസ്പെക്റ്റ് നേടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതുവരെയും റിയൽ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്ന പല ഗോൾസും അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു ഗേറ്റ് വേ ആയിട്ടാണ് ഡെത്തിനെ കുറിച്ച് അവന് തോന്നുന്നത്. ഈ ഒരു കഥയിലും, സ്പെക്ട്രൽ സ്പീച്ച് എന്ന ഈ ഒരു കഥയിലും, കുഞ്ചാക്കയുടെ ഫാമിലി, ആ ഒരു ദളിത് പെൺകുട്ടിക്ക് അവ ജീവിച്ചിരുന്ന സമയത്ത് അവൾക്ക് ഒരു നന്മയും ചെയ്തിട്ടില്ല. വളരെ ദോഷങ്ങൾ മാത്രമേ അവളെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ റിവെഞ്ച് അവൾ ചെയ്യുന്നത് ഡെത്തിന് ശേഷമാണ്. In Ayyappan's assessment, love is a value that makes life endurable. In fact, he thinks there is no greater sin than rejection of love, and admits that he has often tried to create the phenomena of falling in love, swimming in the tide of love for some time, and the discarding of the partner for reasons that are most unsuited to the spirit of sincere love on some arid, loveless land in most of his stories. Spectral speech brings about an interpretation of all these complex themes within the framework of a tiny plot. നമ്മുടെ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ലവ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഒരു വലിയ കാര്യമാണ്, ഒരു വാല്യൂ ആണത്. നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലവിനെ റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഗ്രേറ്റർ സിന്നായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല സ്റ്റോറീസിലും ഈ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട്, ലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഫോളിങ് ഇൻ ലവ്, അല്ലെങ്കിൽ സ്നേഹത്തിലായിരിക്കുക, കുറച്ച് കാലം സ്നേഹിക്കുക, പിന്നീട് പാർട്ട്ണറിനെ ഡിസ്കാർഡ് ചെയ്യുക, ആ ഒരു ലവ്ലെസ് ലാൻഡ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും ലവ് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു റിജക്ഷൻ, ഇങ്ങനത്തെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോറിക്കകത്തും ഈ കാര്യങ്ങളൊക്കെ തന്നെ ലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ കോംപ്ലക്സ് തീംസ് എല്ലാം തന്നെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നു. ഒരു വളരെ ചെറിയ പ്ലോട്ടാണെങ്കിലും ആ ഒരു ചെറിയ ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് വരുന്ന മെയിൻ തീംസ് എന്ന് പറയുന്നത് ലവ് ആൻഡ് ഡെത്ത്. സോ ഈ ഒരു കഥയ്ക്കകത്ത് ഈ ഒരു തീം അല്ലാതെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഹെജിമോണിക് വേൾഡിനകത്ത് എങ്ങനെയാണ് ഒരു സബാൾട്ടേൺ
ജീവിക്കുന്നത്. അതുപോലൊരു പാട്രിയാർക്കൽ വേൾഡിനകത്ത് ഒരു പെൺകുട്ടി എങ്ങനെയാണ് ജീവിക്കുന്നത്, അവളൊരു ദളിത് കൂടെ ആണെങ്കിൽ അവൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം അത് എത്രത്തോളം വലുതാണെന്ന് പറയുന്നുണ്ട്. ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗോസ്റ്റ്, ആ ഒരു ഗോസ്റ്റ് തൻ്റെ ലവറിൻ്റെ സിസ്റ്ററിനോട്, റോസിക്കുട്ടിയോട് സംസാരിക്കുന്നതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവളുടെ സംസാരത്തിൽ നിന്നാണ് നമുക്ക് കഥ മുഴുവനും മുന്നോട്ട് പോകുന്നത്. അവൾ എങ്ങനെയാണ് ഒരു ഗോസ്റ്റ് ആയത്, അവൾ എങ്ങനെയാണ് മരിച്ചത്, ഒരു സൂയിസൈഡ് ചെയ്യുകയായിരുന്നു, അവളെ ചതിച്ചത് ആരാണ്, ഈ റോസക്കുട്ടിയുടെ ബ്രദർ ആണ് അവളെ ചതിച്ചത്, കുഞ്ചാക്കോ ആണ് അവളെ ചതിച്ചത്. വേറൊരു കാര്യം ഇന്നത്തെ ശ്രദ്ധിക്കേണ്ടത്, ആ ഗോസ്റ്റിൻ്റെ പേര് പറയുന്നില്ല. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും പറയുന്ന സമയത്തും ഗോസ്റ്റിൻ്റെ പേര് പറയുന്നില്ല. ഒരു ദളിത് കമ്മ്യൂണിറ്റി പെടുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വുമൺ എന്നൊരു രീതിയിൽ, അത് ഏത് സ്ത്രീയോ ആ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഏതൊരു പെൺകുട്ടി വേണമെങ്കിലാകാം, അവളുടെ പേര് പറയുന്നില്ല. കഥ നടക്കുന്ന സമയത്ത് ഈ ദളിത് പെൺകുട്ടി, ആ ഗോസ്റ്റായി മാറിയ പെൺകുട്ടി, അവളൊരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അവൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളൊരു പെൺകുട്ടിയാണ്. എന്നിട്ട് പോലും അവൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് കുറച്ച് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യമാണ്. ആ ഗോസ്റ്റ് പറയുന്നുണ്ട് അവൾക്ക് 15 വയസ്സായത് മുതൽ തന്നെ കുഞ്ഞാക്കോ അവളെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 6-7 കൊല്ലം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അതിനുശേഷം അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവളെ വിവാഹം കഴിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ അടിക്കുകയും ഒരുപാട് മോശമായ രീതിയിൽ അവളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കാണാം. ഓക്കെ, അതിനുശേഷം അവൾ പറയുന്നുണ്ട്, ഒരു ഗോപി സാറിനെ കുറിച്ച് പറഞ്ഞു, തന്നെ കാസ്റ്റ് പെടുന്ന ഒരു മനുഷ്യനാണ്, അവൾക്ക് ഇംഗ്ലീഷിന് ട്യൂഷൻ എടുത്തൊരു മനുഷ്യനാണ്, കാണാനൊക്കെ കൊള്ളാം, കുഴപ്പമില്ല, പക്ഷേ അയാളുടെ ഭാഗത്തു നിന്നും അവൾ അനുഭവിക്കേണ്ടി വന്നൊരു മോശമായിട്ടൊരു അവസ്ഥ, ആ ഒരു പാട്രിയാർക്കൽ വേർഡിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം, അതും അതിനകത്തൊരു തീമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ഗോസ്റ്റും ഈ ദളിത് പെൺകുട്ടിയും കുഞ്ഞാക്കോവും തമ്മിലുള്ള റിലേഷനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ധാരാളം ആൾക്കാർ അറിയുകയും അവളുടെ അച്ഛൻ അവളെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അവളെ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചു എന്ന് പറയുന്നുണ്ട്. കുഞ്ഞാക്കോവിൻ്റെ അച്ഛൻ അത് അറിഞ്ഞിട്ട് അയാളോട് വളരെ ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുന്നത്. ആ സമയത്ത് കുഞ്ഞാക്കോ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഞാൻ അവളെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്നാണ്. അതിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, അദ്ദേഹം നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി ശരിക്കും അദ്ദേഹത്തിൻ്റെ തന്നെ മകൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇൻസിസ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് കുഞ്ഞാക്കോവിൻ്റെ അച്ഛൻ അയാളോട് അത്രയും ദേഷ്യപ്പെട്ടത്. തന്നെ ഒരിക്കലും കുഞ്ഞാക്കോവിന് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ആ ദളിത് പെൺകുട്ടി എന്ത് ചെയ്യുന്നു, തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ചതിൻ്റെ 16-ാം ദിവസം അവളുടെ കലറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. വരുമ്പോൾ കുഞ്ഞാക്കോ അവിടെയില്ല, അവൻ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടുണ്ടാകും. എത്രത്തോളം ലാഘവത്തോടെയാണ് അവൻ്റെ മരണത്തെ കണ്ടതെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്താണ് കുഞ്ഞാക്കോ റോസിക്കുട്ടിയെ കാണുന്നത്. ആ ഒരു സമയത്ത് റോസിക്കുട്ടി ഒരു ശബ്ദം കേട്ടിട്ട്, ഈ ഗോസ്റ്റ് ഉണ്ടാക്കിയൊരു ശബ്ദം കേട്ടിട്ട് റോസിക്കുട്ടി പേടിക്കുകയും ആ പേടിയുടെ ഒരു ഫിഷറിൽ, ആ ഒരു ഗ്യാപ്പിൽ ഈ ഗോസ്റ്റ് അവളുടെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നടക്കുന്നതെന്ന് പറയുന്നത്, റോസിക്കുട്ടിയുടെ ഉള്ളിൽ ശരിക്കും ഉള്ളത് ആ ദളിത് പെൺകുട്ടിയാണ്. പക്ഷേ കുഞ്ഞാക്കോവിനെ കാണുമ്പോഴേക്കും ബ്രദർ ആണെങ്കിലും റോസിക്കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പെൺകുട്ടി, ആ ഒരു ദളിത് പെൺകുട്ടിക്ക് ഫീൽ ചെയ്യുന്നത് തൻ്റെ ലവറായിട്ടാണ്. അങ്ങനെയാണ് അവർ തമ്മിൽ ആ ഫിസിക്കൽ റിലേഷനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് വന്ന കുഞ്ഞാക്കോവിൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ തന്നെ അവനെ വെട്ടി കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊന്നു കഴിഞ്ഞ് അയാൾ ജയിലിലേക്ക് പോകുന്നു. എന്നാൽ റോസിക്കുട്ടിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്തിനാണ് ഇത്രത്തോളം ദേഷ്യം ഉണ്ടായെന്നുള്ളത്. പിന്നീടാണ് റോസിക്കുട്ടി പറയുന്നത്, ദൈവമാണ് പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും ഇവളുടെ ഫാദർ ആരാണെന്നുള്ളത്. അപ്പോഴാണ് കുഞ്ഞാക്കോവിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ, അതിൻ്റെ ഒരു തെറ്റ് മനസ്സിലാകുന്നത്. കുഞ്ഞാക്കോവിൻ്റെ അച്ഛനറിയാം ഈ ഉള്ളിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ആ റോസിക്കുട്ടിയുടെ ഉള്ളിലുള്ളത് ഇയാളുടെ തന്നെ, കുഞ്ഞാക്കോൻ്റെ തന്നെ സ്വന്തം സിസ്റ്ററാണ്. അപ്പോൾ ആ ഒരു റിലേഷൻ കണ്ടിട്ടാണ് അയാളെ കൊല്ലുന്നതെന്നാണ് ഗോസ്റ്റ് പറയുന്നത്. കുഞ്ഞാക്കോവിന് ഇങ്ങനെ ഒരു അപകട മരണം സംഭവിക്കുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. എന്നാൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഈ ഗോസ്റ്റ് വിചാരിച്ചത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവനും ഇതുപോലൊരു ഗോസ്റ്റ് ആകും, ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്ന് ഒരു പ്രതീക്ഷ തോന്നേണ്ട ഒരു സാഹചര്യം പോലും കിട്ടിയില്ല. കാരണം മരിച്ചപ്പോഴാണ് മനസ്സിലായത് അവന് ആത്മാവില്ലായിരുന്നു, അവൻ്റെ ജീവൻ മാത്രമായിരുന്നു, ആ പ്രാണൻ മാത്രമായിരുന്നു. അത് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടെ ഒന്നും ശേഷിച്ചില്ല. സോ ഇനി ഈ ഗോസ്റ്റ് അത് ഒറ്റയ്ക്കാണ്. അപ്പോൾ റോസിക്കുട്ടിയുടെ ഉള്ളിൽ ഇനി കിടക്കുന്നത് കൊണ്ട് ഒരു അർത്ഥമൊന്നുമില്ല. കാരണം കുഞ്ഞാക്കോവ് മരിച്ചു കഴിഞ്ഞു, വേറെ ഇനി പ്രതികാരം ചെയ്യാനായിട്ട് ഒന്നും ബാക്കിയില്ല. സോ അവൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ശരീരം റോസിക്കുട്ടിയെ വിട്ടിട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും അവൾക്ക് ശവക്കുഴിക്കകത്ത് മിണ്ടാതെ കിടക്കാണ്ട് സാധിക്കില്ല. അങ്ങനെ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യുക, 3 ഇടങ്ങഴി
കടുക് അതിനകത്ത് വിതറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഗോസ്റ്റ് റോസിക്കുട്ടി വിട്ടിട്ട് മാറുന്നു. അവൾ മാറി പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് അവൾ നോക്കുമ്പോഴേക്കും അവളെ കെട്ടിയിരുന്ന ആ കാലിലെ ചങ്ങല അത് കാണുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ സ്റ്റോറി അവസാനിക്കുന്നത്. ജീവിച്ചിരുന്ന സമയത്ത് അവൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മരിച്ചതിന് ശേഷം അവൾ അവളുടെ പ്രതികാരമെല്ലാം തീർത്തതിന് ശേഷം തൻ്റെ ശവക്കുഴിയിലേക്ക് അവൾ മടങ്ങുകയാണ്. സോ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു ദളിത് പെൺകുട്ടി അനുഭവിച്ച പ്രശ്നങ്ങൾ അതൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ അവൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നതായിട്ട് അത് പറയുകയാണെങ്കിൽ അത്രത്തോളം ഒരു എഫക്റ്റ് കിട്ടുകയില്ല. എന്നാൽ ഒരു ഗോസ്റ്റായിട്ട് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു മുഴുവൻ ആ ഒരു വേദനയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മുടെ റൈറ്റർ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. സോ കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.